വണ്ടർലെസ് വ്ലോഗ്സ്. ഹലോ ഗായ്സ്, ഞങ്ങൾ ഉത്സവം കാണാൻ വന്നതാണ്. സ്വാൻലി പാർക്കിലെ ഫയർ വർക്ക് വെടിക്കെട്ടൊക്കെ ഉണ്ട് രാത്രി. അപ്പൊ ഇവിടുത്തെ ഉത്സവം എങ്ങനെയാ നമുക്ക് കാണാം. ലണ്ടനിലെ സമ്മർ പ്രമാണിച്ച് ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ആളുണ്ട്. പരിപാടികളൊക്കെ തുടങ്ങും. വെടിക്കെട്ടൊക്കെ രാത്രി 9 മണിക്കേ ഉള്ളൂ. ഇവിടെ കണ്ടോ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത്. എനിക്കൊന്ന് ബാർ സെറ്റപ്പ് എന്തോ ആണെന്ന് തോന്നുന്നു. വെടിക്കെട്ട് കണ്ടുകൊണ്ട് വെള്ളം അടിക്കാനായിരിക്കും. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വീട്ടിൽ നിന്ന് കസേരയും ടേബിളൊക്കെ ആയിട്ട് വന്ന് നിരത്തിയിട്ട് കാണുകയാണ്. ഇവിടെ കൊച്ചു കുട്ടികൾക്ക് പാമ്പിനെ തൊട്ട് നോക്കാൻ വേണ്ടിയിട്ടൊരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും ക്യൂ ആയിട്ട് നിന്ന് നോക്കിയാൽ ഇവിടുത്തെ ഒരു ഡിസിപ്ലിൻ നോക്കി ക്യൂ ആയിട്ട് നിന്ന് 1 by 1 ആയിട്ട് വന്ന് തൊടുകയാണ്. ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോയില്ലേ, ഇച്ചിരി നേരത്തെ പോവുകയാണെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. കടകളിലെല്ലാം കുറച്ച് ആളുകൾ, അതുപോലത്തെ കടകൾ, കുട്ടികൾക്കുള്ള കളിക്കാനുള്ള സാധനങ്ങളും ടോയ്സും അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളൊക്കെ ആയിട്ടുള്ള കുറേ കടകളുണ്ട്. എന്തോ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ സെറ്റപ്പൊക്കെയാണ്. വേണ്ട തൊപ്പിയും സ്കാർഫും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. നല്ല രസമുണ്ട്. നല്ലൊരു നാട്ടിലൊരു ഉത്സവത്തിന് പോയൊരു ഫീലാണ് ശരിക്കും ഇവിടെ. ഇത് കണ്ടോ, ഇങ്ങനെയുള്ള കടകളൊക്കെ കുറേ ഉണ്ട്. ഞാൻ ശരിക്കും വന്ന ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. ഇതെല്ലാം അതുപോലത്തെ കടകളാണ് കേട്ടോ. തൊപ്പിയും ചെറിയ ചെറിയ ടോയ്സും സംഭവങ്ങളൊക്കെ. അതേണ്ട ഹണി, നല്ല നാടൻ തേനൊക്കെയാണെന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതേണ്ട അല്ലാണ്ടുള്ള ലേഡീസിൻ്റെ ഡ്രസ്സുകൾ, സ്വീറ്റ്സ്, ദ ബീൻ മെഷീൻ, ഇത് കോഫിയൊക്കെയാണ് കേട്ടോ. പല ടൈപ്പിലുള്ള കോഫിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതേണ്ട പബ്ബ്. ഈ പബ്ബിൽ പെൺപിള്ളേർക്ക് നിൽക്കുന്ന നോക്കി വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവരെന്തോ പറയുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഇപ്പം വൈകുന്നേരം 5 മണി ആയിട്ടല്ലേ ഉള്ളൂ. അതേണ്ട ബർഗറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. നോ ഫീസ് നോ ഫസ്, ജസ്റ്റ് ജ്യൂസി സ്ലഷ്. കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. ഡോണറ്റ്സും കോഫിയുമാണ്. പിന്നെ സ്ട്രോബെറി ചോക്ലേറ്റ്സ് ഉണ്ട്, ടേസ്റ്റി ചുറോസ് ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ പ്രത്യേക ഫുഡുകളാണ്. ട്രഡീഷണൽ സ്വീറ്റ്സ്. ഇതേണ്ട കറാച്ചി മസാല എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. പാകിസ്ഥാനിയാണെന്ന് തോന്നുമായിരിക്കുമല്ലോ. അവിടെ നിന്ന് ഞങ്ങൾ 2 ചായ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ചായയൊക്കെ അല്ലേ പറ്റൂ. ഇനി നമ്മുടെ കൂടെ ഒരു 3 പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോവുകയാണിനി. അത് വേറെ ആരുമല്ല, നമ്മളുടെ അച്ചുവും അവരുടെ അച്ഛനും ലിറ്റിയാണ്. അപ്പോൾ അവരവിടെ നിൽപ്പുണ്ട്. അവരുടെ അടുത്തേക്ക് പോവാം. അവരുടെ അച്ഛൻ അവിടെ ഒരു ബലൂണൊക്കെ വാങ്ങിച്ച് നിൽപ്പുണ്ട്. ഇവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കുട്ടികൾ കളിക്കുന്ന റൈഡുകളൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറേ റൈഡുകളുണ്ട്, അഡൾട്ടിനും കുട്ടികൾക്കൊക്കെ ഉണ്ട്. നമുക്ക് അടിച്ച് പൊളിക്കണം. അങ്ങനെ അവരാച്ചനും അച്ഛനും തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു താറാവിനെ ചൂണ്ടയിട്ട് പിടിച്ചാൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടുമെന്നുള്ള പരിപാടിയാണ്. പക്ഷേ നമുക്ക് വെർത്തല്ല അത്. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് കയറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞാറ്റെ അറമാദിച്ച സാധനമാണിത്. ഇതിനകത്ത് കയറിയിട്ട് അവനെ ഇറക്കാൻ പെട്ട പാട്. എന്തായാലും ഇപ്രാവശ്യം അവനിവിടെ ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഷെറു ദേ പോയി ക്യൂ നിൽക്കുന്നു. ഷെറുവിന് ഇങ്ങനെയുള്ള അഡ്വഞ്ചർ ഐറ്റംസൊക്കെ കയറാൻ ഭയങ്കര താല്പര്യം. എന്തായാലും ഞങ്ങൾ ഇതിനകത്ത് കയറാൻ പോവാണ്. ഞാനും ലിറ്റിയും ഷെറുവും കൂടിയാണ് കയറുന്നത്.
അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവറാച്ചന് ബസ്സിൽ കയറിയിരിക്കുന്നു. ശരിക്കും കൊച്ചു കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇനി നമുക്ക് ഫ്ലൈൻ പൊക്കി തട്ടി കഴിക്കാം. One more. Ready? Here, Nola. ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. ഇനി നമ്മളുടെ മെയിൻ പരിപാടിയായ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇഷ്ടംപോലെ ആളുകളുണ്ട്. എല്ലാവരും അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. ഒരു മ്യൂസിക് മുഴങ്ങുന്നവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് വെടിക്കെട്ടിൻ്റെ കൂടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം വെടിക്കെട്ട് ഇപ്പോൾ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, മ്യൂസിക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെടിക്കെട്ട് കാണാം. അപ്പോൾ എല്ലാവരും മുഴുവൻ കാണുക. നല്ല അടിപൊളിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാ ആലോചന വേണ്ടേ? മാത്രം മതിയോ? അങ്ങനെ എല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും വിശപ്പായി. ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഞങ്ങൾ മടങ്ങുവാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ശുഭരാത്രി. ബൈ.